മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥാപിച്ചത് മറ്റാരുമല്ല, കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. വാളകം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക്, പൊട്ടിത്തെറിയിലേക്കൊക്കെ എത്തിച്ചത്. കാരണം എന്താണെന്ന് അറിയണ്ടേ? അമേരിക്കൻ മുതലാളിക്ക് സീറ്റ് വിറ്റ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച മാത്യു കുഴൽനാടൻ MLA രാജിവെക്കുക എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. വാളകം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയമാണ് തർക്കത്തിനും കലാപത്തിനും വഴി തുറന്നത്. ജനറൽ സീറ്റിൽ കുഴൽനാടൻ്റെ താൽപ്പര്യപ്രകാരം വനിതയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് പരസ്യ തർക്കത്തിലേക്ക് എത്തിയത്. കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ പേരിലാണ് വാളകം മേഖലയിൽ വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ജനറൽ സീറ്റിൽ വനിത വേണ്ട, സീറ്റ് അമേരിക്കൻ മുതലാളിക്ക് വിറ്റ് കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച മാത്യു കുഴൽനാടൻ MLA രാജിവെക്കുക എന്നതാണ് ഫ്ലക്സിലെ വാചകം. എല്ലാ സ്ഥലത്തും കോൺഗ്രസിൻ്റെ കൊടിമരത്തിൽ തന്നെയാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നതും. നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി 18ഓളം സജീവ പ്രവർത്തകർ ഇതിനകം നേതൃത്വത്തിന് രാജി സമർപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് പ്രവർത്തകർ. MLA-യുടെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൻകിട മുതലാളിമാരുടെ ഉൾപ്പെടെയുള്ള അവരുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ സംഭവം മേടിച്ചിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പരിപാടി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുകയാണ്. ഈ വാർഡ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഈ ബോർഡ് വെച്ചതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് MLA-ക്കുള്ള ആരോപണത്തിനൊക്കെ ഞങ്ങളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എന്നാൽ ഫ്ലക്സ് ബോർഡുകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യക്കാരാണെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ച വാർഡുകളിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയിൽ തന്നെ മത്സരിക്കുമെന്നും കുഴൽനാടനെ അനുകൂലിക്കുന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.